പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പുറത്തേക്ക്, അവസാനത്തെ കേസിലും പുറത്തേക്കാണ്. ഈ പുറത്തേക്ക് ഉടനെ അകത്തേക്ക് പോകേണ്ടി വരുമോ? പുറത്തേക്കെന്ന് പറഞ്ഞാൽ ഇതുവരെ അകത്ത് പോയില്ലല്ലോ ഈ കേസുകൾക്കകത്ത്. ഇനി ഉള്ള കേസിനൊക്കെ നേരത്തെ ജാമ്യം കിട്ടി. ആദ്യം ഒരു കേസ് എനിക്കൊന്ന് അശരീരി മാത്രമായിരുന്നു, നമ്മൾ ഈ പെണ്ണിനെ ഒന്നും കണ്ടിട്ടില്ല. ഈ അതിനകത്ത് ഇതിനകത്ത് ഒരു സംഘം ഉണ്ടല്ലോ, SIT സംഘം, അങ്ങനെയാണെന്ന് ഇത് പറയുന്നത്, അന്വേഷണ സംഘം SIT സംഘം സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ സംഘം. അന്ന് നമ്മൾ കണ്ടു ആരെങ്കിലും രാഹുൽ പീഡിപ്പിച്ചവരുണ്ടോ എന്ന് പറയും, കല്ലുകൊത്താനുണ്ടോ എന്നൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലെ ഈ ആൾക്കാർ വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇതുപോലെ നടന്നു, വിളിച്ചു, പലയിടത്തും ചോദിച്ചു. ഞങ്ങൾ നേരം പറഞ്ഞു, സിനിമാ നടി പറഞ്ഞു എനിക്കത് സമൂഹത്തോട് പറയാനുള്ളതേ ഉള്ളായിരുന്നു, എനിക്ക് മറുപടിയൊന്നുമില്ല എന്ന് വെച്ചാൽ അവർക്കത് പറഞ്ഞ് നാട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് ഞാനൊരു സിനിമാ നടിയാണെന്നുള്ള രീതി വരുത്തണമായിരുന്നു. ഞാനിവിടെ അതിന് മുമ്പ് സിനിമാ നടിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമാ നടി എന്ന് പറഞ്ഞ കക്ഷിയെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതോടുകൂടിയാണ് പുള്ളി സ്വയം പ്രഖ്യാപിത സിനിമാ നടിയായത്. ഇതുപോലെ നമ്മുടെ മുകേഷിന്റെ വിഷയം വന്നപ്പോൾ ഒരു സിനിമാ നടി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ മുകേഷ് എന്നെ വിളിച്ചു, എന്നെ പീഡിപ്പിച്ചു, മറ്റേത് ചെയ്തു, മറിച്ചേ ചെയ്തു, ഞാൻ എൻ്റെ ഭർത്താവല്ലാതെ ആരെയും സങ്കല്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സത്യവാൻ സാവിത്രിയായിട്ട് ഇങ്ങനെ അവതരിച്ച് കുറേ നാൾ അവരും പറഞ്ഞ് ഞാൻ സിനിമ നടിയാണ്. ഒരു സുപ്രഭാതി തമിഴ്നാട്ടിൽ നിന്ന് കുറെ പോലീസ് വന്ന് ഇവിടെയും കുറെ ഇവിടെ പിള്ളേരെയും കൂടെ പിടിച്ചോണ്ടങ്ങ് പോയി. എന്തുവായിരുന്നു വിഷയം മനസ്സിലായില്ല. ഹോൾസെയിൽ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ മുകേഷ് ചെയ്ത പരിപാടി ചെയ്യിക്കുന്ന ആളായിരുന്നു, അതിന്റെ കച്ചവടക്കാരിയായിരുന്നു. ഈ രാഷ്ട്രീയത്തെ അശരീരിയായിട്ട് വന്ന ആള് പറഞ്ഞത് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം, കേരളത്തിലെ രാഷ്ട്രീയം ഒന്ന് ശുദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അത് പോട്ടെ, എനിക്കറിയത്തില്ല. അപ്പൊ അവരെങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം ഈ സിന്ധു സൂര്യകുമാർ ഇടപെട്ടെന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു, അവരുടെ വിഷയം. അതിനകത്ത് അവരെ ആരെയും കണ്ടില്ല, എന്നാലും എല്ലാവർക്കും ഒക്കെ അറിയാം ആരാണെന്ന്. കണ്ടില്ല, അത് ജീവിതത്തെ കണ്ടില്ല, അത് കോംപ്രമൈസായി. രണ്ടാമത്തെ ഒരു കേസാണ് റിട്ടേൺ. അതുവരെ ഇദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു, എനിക്കെതിരെ ഇതുവരെ പരാതികളില്ല, അശരീരികൾ മാത്രമേ ഉള്ളൂ, ആരും വെളിച്ചത്തില്ല, നിങ്ങൾ പറയുന്നതിനകത്ത് വല്ലതും തെളിവുണ്ടോ, എൻ്റെതാണോ ഈ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിരുന്നിടത്താണ് മൂന്നാമതും ഇതുപോലെ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന, കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താവുമായിട്ട് ഞാൻ ദാമ്പത്യമില്ലെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു, അല്ലെ പീഡിപ്പിച്ചു, അപ്പോൾ മോഹന വാഗ്ദാനം നൽകി, എന്തോ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി. പുള്ളിയുടെ പീഡിപ്പിക്കുന്ന മാത്രമല്ല, പീഡിപ്പിക്കുന്നതിന് മുമ്പേ ഈ സ്ത്രീയെ അടുത്ത് പറയും പോലും, എനിക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ വേണം. എന്തിനാ കുഞ്ഞിനെ? കുഞ്ഞില്ലെങ്കിൽ എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്ത്രീയെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ അമ്മയെ നമുക്ക് സമ്മതിപ്പിക്കാം, അല്ലെ സമ്മതിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഇയാൾ കുഞ്ഞുണ്ടാക്കുവാൻ, കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ പുള്ളി പിന്നെ ഭീഷണിപ്പെടുത്തുക, വിരട്ടുക, അതിനെ അബോർട്ട് ചെയ്യുക. അപ്പം ആ രീതിയിലേക്കാണ് ഈ 3 കേസുകളുടെ, ജാമ്യം കിട്ടിയ കേസുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൊഴി നമ്മൾക്കറിയാവുന്ന രീതിയിൽ കേട്ട്. അദ്ദേഹമായിരുന്നില്ല കഴിഞ്ഞ ദിവസം അതിനകത്ത് ഈ ഒരുപക്ഷെ ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വാദത്തിൽ പങ്കെടുത്ത ഒരു വക്കീലുമായിട്ട് ചർച്ച ചെയ്തു. അദ്ദേഹം പറഞ്ഞ് എനിക്കിതൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കോടതിയിൽ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പെണ്ണ് നടന്ന കാര്യങ്ങളും ഒക്കെ പറയാം, പക്ഷെ നാട്ടുകാർ കേൾക്കുന്നത് മോശമല്ലേന്ന് എനിക്കുണ്ടായത് കൊണ്ട് ഞാനത് പറയുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. എങ്കിലും കുറച്ചൊക്കെ പുറത്തു വന്നു. അതായത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചതിച്ചു കഴിഞ്ഞിട്ടും ഈ പറയുന്ന ക്രൂരതകളൊക്കെ കാണിച്ചതിന് ശേഷവും ഇദ്ദേഹത്തിന് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക, വീട് വാങ്ങിച്ചു കൊടുക്കുക, ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളാണ് അവർ ചെയ്തത്. അത് നിർബന്ധപൂർവമാണെന്ന് പറയുന്നുമില്ല, സ്വമേധയാ കൊടുക്കുന്നു. പ്രോസിക്യൂഷൻ കേസ് വളരെ ദുർബലമാണെന്ന് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ സമർത്ഥമാണ്. അന്ന് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാനങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ ചെവിക്കന്നത്ത് അടിച്ചു പിടിച്ചു ബലാത്സംഗം ചെയ്തു എന്നാണ് പറഞ്ഞത്. 2 വട്ടം ബലാത്സംഗം ചെയ്തു. 2 വട്ടം ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീയാണ് പിറ്റേന്ന് തൊട്ട് ഇയാൾക്ക് ചെരുപ്പും ഉടുപ്പും മറ്റതും മറിച്ചതും ഫ്ലാറ്റും വരെ മേടിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നത്. ഈ സമയത്ത് ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ലണ്ടനിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ പ്രോസിക്യൂഷൻ ചർച്ച നമ്മൾക്കറിയാവുന്ന, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ചാനലിൽ നിന്ന് ചർച്ച ചെയ്ത ആൾ പറഞ്ഞു. ഏതായാലും അന്നേ അയാൾ പറഞ്ഞു ഇനി ജാമ്യം കിട്ടും, കാരണം ഗ്രൗണ്ടുകളില്ല. മനസ്സിലാവുന്നുണ്ട്, പറയുന്നതൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നിയമസ്വാധ്യതയിൽ, നിയമത്തിന്റെ പരിഗണനയിൽ ഒന്നും നിൽക്കുന്ന ഒരവസ്ഥയില്ല. മാത്രമല്ല ഇയാളെ ആ സമയത്ത് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇയാൾ സ്ത്രീകളെ പീഡിപ്പിച്ചില്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഇയാളെ അറസ്റ്റ് ചെയ്തൊക്കെ ദുരൂഹമല്ലേ? മനസ്സിലാവുന്നുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന പത്തനംതിട്ട നിൽക്കുന്ന ഒരു കേസിനകത്ത് ഇയാൾ രഹസ്യമായിട്ട് താമസിച്ചിട്ടില്ല. അതിനു മുമ്പുള്ളത്തെ 2 കേസുകൾ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. ആ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സമയം പോലീസിന് ഇയാളെ വിളിച്ചു വരുത്താം. രണ്ടാമത് അങ്ങനെ നിൽക്കുന്നിടത്ത് മൂന്നാമതൊരു കേസ് ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് അയാളെ അതിനകത്തുനിന്ന് മൊഴിയെടുത്താൽ മതിയല്ലോ, അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. MLA ആണ്, ആ സ്ഥലത്ത് കാണേണ്ട ആളാണ്. സ്ഥലത്ത് തന്നെ ആയിരുന്നല്ലോ. അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ രഹസ്യമില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് രഹസ്യ സ്വാധീനം രാത്രി 12 മണിക്ക് ചെന്ന് പിടിച്ചോണ്ട് വരേണ്ട കാര്യവും അല്ലെങ്കിൽ ഒന്നുമില്ല.
അപ്പൊ ഇതിനകത്ത് ഈ അറസ്റ്റിനകത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടെന്ന് വാദിച്ചാൽ അതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഈശ്വർ അതിജീവിതയെ അധിക്ഷേപിച്ചു, അയാൾക്കെതിരെ അല്ലെങ്കിൽ ഈ അതിജീവിത കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് വിളി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്ത് കിടന്നു. അതിനുശേഷം വീണ്ടും ഇയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു നിൽക്കുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പോസ്കോ ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് പോലീസിന്റെ കയ്യിലുണ്ട്, കേസെടുത്ത് FIR ഇട്ടാൽ മതി. അപ്പൊ ഇറങ്ങുന്നതിന് മുമ്പ് അതിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കേണ്ടി വരും. പക്ഷേ ഇന്ന് ഇറങ്ങാൻ പുള്ളി ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഓർഡർ എനിക്ക് തോന്നുന്നു ജയിലിൽ ചെന്നാൽ 5 മണിക്ക് മുമ്പ് ചെല്ലും, അതെങ്കിൽ എത്രയും വേഗത്തിൽ ചെല്ലിക്കുമോ എന്നുള്ളത് MLA ഭാഗമായിട്ട് നിൽക്കുന്ന ജാമ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ്. കോടതിയിൽ നിന്ന് ഓർഡർ അടിച്ച് ജയിലിൽ കൊണ്ടു കൊടുത്താൽ അദ്ദേഹത്തിന് ഇറങ്ങാം. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പോസ്കോ കേസ് വരുമോ? അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പോസ്കോ ആണെന്ന് പറയുന്നു. അപ്പൊ ആകുമ്പോൾ ജാമ്യം കിട്ടില്ലെന്ന് ഗ്യാരണ്ടിയാണ്. അത് ആകുമ്പോൾ ജാമ്യം കിട്ടുന്നതിനെ വലിയ പാടാണ്. മാത്രവുമല്ല, മൊഴി പരിശോധിക്കേണ്ട ഏത് മൊഴിയാണെങ്കിലും അത് കളവാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അതിനെ സാധൂകരിച്ചേ മതിയാകത്തുള്ളൂ. നിയമം അത് അത്ര വലിപ്പത്തിലുള്ളതാണ്. കാരണം പോസ്കോ കേസുകളുടെ ഒരു പ്രത്യേകത, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയും അല്ലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയും നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആ നിയമം പ്രയോജനപ്പെടുത്തേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതുമായിട്ടുള്ള ആൾക്കാർ ഭയന്നത് പ്രയോജനപ്പെടുത്തുന്നു, ഉപയോഗപ്പെടുത്തുന്നുമില്ല. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കേസുകൾ, എനിക്കറിയാവുന്നൊരു കേസുണ്ട് സാറേ. ഒരു പ്രാവശ്യം ഒരു 73 വയസ്സുള്ള ഒരു മനുഷ്യൻ, സമൂഹത്തിൽ വളരെ മാന്യൻ, പോസ്കോ കേസിൽ കൊല്ലം ജയിലിൽ കിടക്കുക. അറിയാവുന്ന കാര്യമാണ്. ആണ് ഇതെന്ന് വെച്ചാൽ അയാൾ പോസ്കോ കേസിൽ പെട്ടിട്ടില്ലെന്ന് പോലീസിന് അറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാം, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും എല്ലാം അറിയാം. അയൽവക്കം ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ്, അതിർത്തി തർക്കം കാലങ്ങളായിട്ട് നടക്കുന്നത്. ഒരു 2 വയസ്സുള്ള കുഞ്ഞിന്റെ തള്ള പറയുക എൻ്റെ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. പോലീസിന് അറിയാതെ ന്യായമല്ലാത്ത കാര്യമാണ്, നീതികേടാണ്. പക്ഷെ അവിടെ മൊഴി കൊടുക്കുന്നതാരാ? തള്ളയാണ്. ഇതുപോലെ സ്ത്രീ പീഡന കേസ് ഒരുപാട് പേരെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിന് തിരിച്ചടി വരാതിരിക്കില്ല. ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ശരിക്കും അവരുടെ നിയമം, അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമം ദുർബലമായി തീരുകയാണ്. സ്ത്രീകൾ പലതും സ്വന്തം ആവശ്യത്തിനും ഭീഷണിപ്പെടുത്താനും വേണ്ടി ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ഒരു പ്രസ്ഥാനം വരേണ്ടതാണ്. അതിനെതിരെ കോടതി ഇത് കണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിപ്പം സുപ്രീം കോടതിയൊക്കെ നിരീക്ഷിച്ചു വന്നത്. അതുകൊണ്ട് ഇപ്പം ഇന്ന് ജാമ്യം കിട്ടുന്നതിനകത്ത് പറഞ്ഞില്ലേ, ജാമ്യം കിട്ടുന്നതിനകത്ത് പരസ്പര ഉഭയകക്ഷി ഉഭയസമ്മതപ്രകാരം നടത്തിയ ഒരു ബന്ധത്തിന് ഉഭയസമ്മതപ്രകാരമാണെന്ന് കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ അല്ലെങ്കിൽ MLAക്ക് ജാമ്യം കൊടുക്കുന്നു എന്നാ പറഞ്ഞു. അപ്പൊ ഇത് ആദ്യം ഇല്ലായിരുന്നു, ഈ കേസിന് ആദ്യമില്ലായിരുന്നു. ആദ്യം ഒരുത്തി കൊണ്ടുവന്നില്ല, ബാ വീട്ടിലോട്ട് വന്നാട്ടെ, അമ്മയില്ല അച്ഛനില്ലെന്നൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചു കയറ്റും, അല്ലെങ്കിൽ അവള് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ഹോട്ടലിൽ കയറ്റു, അവിടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് ഈ പറയുന്ന കാര്യത്തിനകത്ത് ഏർപ്പെട്ടതിന് ശേഷം കുറേ ദിവസം കഴിയുമ്പോൾ, മാസങ്ങൾക്ക് ശേഷവും വർഷങ്ങൾക്ക് ശേഷവും പറയും എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അന്നേരം പിടിച്ചോണ്ട് പോവാ, ചോദ്യം പറിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞതുപോലെ കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ കോടതികൾ, അതായത് ഒരുപക്ഷെ ഹൈക്കോടതി പല കേസുകളിലും ഈ കാര്യം പറഞ്ഞു. പോലീസ് ഇത് അന്വേഷിക്കുമ്പോൾ കൃത്യത വരുത്തി വ്യക്തത വരുത്തി അന്വേഷിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ പീഡനം, വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിച്ചോ, അതിനകത്ത് സാധ്യതയുണ്ടോ? അപ്പം ആ രീതിയിലൊക്കെ ഉള്ള ഒരു അന്വേഷണവും തെളിവ് ശേഖരം. ഒരുപക്ഷെ ഇപ്പം എനിക്കൊന്ന് ഇയാളൊക്കെ ഇത് സ്വരൂപിച്ച് വെച്ചിരുന്നു, സൂക്ഷിച്ച് വെച്ചിരുന്നു. പണ്ടൊക്കെ ഒരു സ്ത്രീയുടെ ഫോൺ വന്നാലും അല്ലെ ചാറ്റ് വന്നാലും അതൊക്കെ അന്നേരം ഡിലീറ്റ് ചെയ്ത് കളയും കാഴ്ചന് ശേഷം. ഇത് സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇപ്പം സ്ത്രീകളുടെ പുറകെ പോകുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ MLAമാരൊക്കെ അവരുടെ ചാറ്റുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കരുതാൻ മനസ്സിലായി. പോലീസിന് ഇതൊക്കെ എടുക്കാൻ പറ്റും, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എത്ര ഇതായാലും എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ ഒന്നെങ്കിൽ ഫോണിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഇതിനകത്തോട്ട് മാറ്റി സൂക്ഷിക്കണം. അപ്പൊ ഇദ്ദേഹം അതൊക്കെ സൂക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ കരുതൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമ്മൾ അതിനകത്ത് മനസ്സിലാക്കാം. ഇല ചെന്ന് മുള്ള വീണാലും മുള്ളി എന്ന ഇല വീണാലും ഇപ്പൊ ഇല എന്ന് പറയുന്നത് പുരുഷനാണ് ഇപ്പോ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിനകത്ത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ പല ചിന്തകളും നമുക്ക് വരുന്നുണ്ട്. ഏതായാലും രാഹുൽ ഈശ്വർ അകത്ത്, രാഹുൽ മാങ്കൂട്ടം വെളിയിൽ, അടുത്ത പോസ്കോഡ് അടുത്ത പോസ്കോ ഉറപ്പെന്നുള്ള രീതിയിലൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് ശാസ്തമംഗലം അജിത്ത് പറഞ്ഞ ഒരൊറ്റ വാദം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അത് അവസാനിപ്പിക്കുക. അതായത് ഈ 3 കേസുകളിലും പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടികൾക്കുണ്ടായ ഭ്രമം കൊണ്ട് ഉണ്ടായ സംഭവങ്ങളാണ് ഇത് 3. അവർക്കുണ്ടായ ഭ്രമം കൊണ്ടുണ്ടായ സങ്കല്പങ്ങളാണ്, അല്ല ഇവിടെ ഒരു ബലാത്സംഗം നടന്നിരുന്നില്ല. പക്ഷേ ഈ ജാമ്യം ഇപ്പോൾ തെളിയിക്കുന്നത്, കോടതിയുടെ ആ നിരീക്ഷണം തെളിയിക്കുന്നത് ഇത് ബലാത്സംഗമെല്ലാം തെളിയുന്നുണ്ട്, ഭ്രമമാണോ ഇല്ലയോ എന്നുള്ളത് ഇനി ബാക്കി കേസിൻ്റെ വിചാരണയിൽ ഉരുത്തിരിഞ്ഞു വരട്ടെ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.